മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ യേശു, ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. മഹാപുരോഹിതന്മാർ യേശുവിനെതിരെ കൂടി ആലോചന ചെയ്യുന്ന ഒരു സന്ദർഭമാണ് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ പ്രധാന വിഷയം. എന്നാൽ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജടാംസ തൈലവും വന്ന് ആ ഭരണി പൊട്ടിച്ച് കർത്താവിൻ്റെ തലയിൽ ഒഴിക്കുകയും ആ ക്രിയ കണ്ട് ചിലർ ഈ തൈലത്തിൻ്റെ ചെലവ് എന്തിനാണ് എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. അവരെ കർത്താവ് വഴക്ക് പറയുന്ന ഒരു മെത്തേഡാണ് നാം ഇവിടെ കണ്ടത്. അവൾ എന്നിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. മനുഷ്യർക്ക് അവൾ ചെയ്ത പ്രവൃത്തി അസഹ്യമായി തോന്നാം, അത് തെറ്റായ പ്രവണതയായി തോന്നാം. പക്ഷെ കർത്താവിന് അത് ഏറ്റവും നല്ല പ്രവൃത്തിയായിരുന്നു. നാം ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യർക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ കർത്താവിന് പ്രസാദമാണ് എന്നുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും സ്വീകാര്യമായത്. ഒരുപക്ഷെ നാം ചെയ്യുന്ന പല കാര്യങ്ങളും മനുഷ്യർക്ക് സഹ്യമായതോ ഉൾക്കൊള്ളാനോ കഴിയാത്ത കാര്യമായിരിക്കാം. പക്ഷെ നമ്മുടെ കർത്താവിന് അത് പ്രസാദമാണോ അല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ചിന്തനീയമായ കാര്യം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ.